ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഒരു നമസ്കാരം. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ പർച്ചേസ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല കേട്ടോ, സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. കുട്ടികൾക്കുള്ള ബാഗും കൊടയും പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങൾ മീനാക്ഷിനോടും അലൻമോനോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പോകാനുള്ള പ്ലാനില്ല. ധ്യാനെയും അയാനെയും ഞങ്ങൾ നേരെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അവരവിടെ ആക്കിയിട്ട് ഞാനും വൈഫും മാത്രമാണ് കേട്ടോ ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അയാമോനെയും ധ്യാമോനെയും ഞങ്ങളിത് അവരുടെ അമ്മച്ചൻ്റെ കയ്യിലും അമ്മമ്മേൻ്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ച് ഞങ്ങളപ്പം പോവാണ്. അപ്പോൾ നമ്മൾ പോണതിൻ്റെ ഇടയിൽ നമ്മുടെ ടയർ വണ്ടിക്ക് ചെറിയൊരു പൊളച്ചിലുണ്ട്. നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ടയറിൽ എയർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ എയർ ചെക്ക് ചെയ്യാൻ പോകും. അപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ കോഴിക്കോട് മുട്ടായി തെരുവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി പാർക്കിംഗ് ഒന്നും ഇല്ല, എവിടെയും റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫൈൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ നേരെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയതാ മുട്ടായി തെരുവിൽ. ജനസാഗരങ്ങളാണ്. സ്കൂളൊക്കെ തുറക്കല്ലേ, അതിൻ്റെ തിരക്കും പിന്നെ പെരുന്നാളും വരുന്നുണ്ട്, അതിൻ്റെ തിരക്കാണ്. ഫുള്ള് കച്ചവടക്കാരും എല്ലാം ഒരു അടിപൊളി കാഴ്ചയാണ്. ഒരു മുട്ടായി തെരുവിലൊരു മൊട്ടുസൂചി കുത്താനുള്ള ഇടയില്ല എന്ന് പറയാം. നമ്മൾ പോണത് നേരെ OSS കോമ്പൗണ്ടിലേക്കാണ്. അവിടെ ആകുമ്പോൾ നല്ല ഹോൾസെയിൽ കടകളുണ്ട്. അവിടെ കൊടയും ബാഗും പുസ്തകത്തിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. നമ്മൾ പണ്ടേ എടുക്കുന്നതാണ്, അവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന SM സ്ട്രീറ്റിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. എന്താ രസം എന്ന് പറയുക. തിരക്കും പലതരം കച്ചവടം, ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വന്നവരുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ എല്ലാതരം കച്ചവടക്കാരും പല രീതിയിൽ ജീവിക്കുന്ന പല പാവം മനുഷ്യരൊക്കെ കാണാം. നമ്മൾ OSS കോമ്പൗണ്ടിൽ കിടക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം റെക്സിൻ്റെ പരിപാടികൾ, അതായത് ബാഗ്, കോട്ട, പിന്നെ ടിഫിൻ ബോക്സ്, അങ്ങനെ ഒരു ചെറിയ വഴി കൂടെ ഫുള്ള് തിക്കും തിരക്കുമായിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാവം ബൈക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ OSS കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നടക്കാണ്. സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ച കടകളുണ്ട്, അവിടെ തന്നെയാണ് പോകുന്നത്. ഇത് വാട്ടർ ബോട്ടിൻ്റെ കളക്ഷൻ കണ്ടില്ല, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കണ്ടത്. പുള്ളി ഒരു ആയിവർ നമ്മുടെ നാട്ടുകാരനൂടെയാണ്. ഫോട്ടോകളും ബാഗുകളും അല്ലേ, എന്താ രസം. ഭയങ്കര തിരക്കാട്ടോ, നടക്കാൻ തന്നെ പാടാണ് ഇതിൽ. നമ്മൾ വന്നിരിക്കുന്ന ഐശ്വര്യ സ്റ്റോറിലാണ്. അത് നമ്മൾ അധികം എല്ലാ വർഷവും പിള്ളേർക്ക് സാധനങ്ങളൊക്കെ ഇവിടുന്നാണ്. ബുക്സും ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെ ഇവിടുന്നാണ് മേടിക്കാറ്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ മേടിക്കാൻ, ബാക്കിയൊക്കെ നമ്മളെ കയ്യിലുള്ളതൊക്കെ പഴയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബുക്സാണ്, ബുക്സ് മേടിക്കാനുള്ള വൈഫ് ഇതാ നമ്മളെ ചിഞ്ചു പുള്ളിക്കാരി വാട്സപ്പ് നോട്ട് കേൾക്കുകയാണ്. സ്കൂൾ ടീച്ചർ വിട്ട് തന്ന വാട്സപ്പ് നോട്ട് കേട്ടിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ട് കടക്കാരനോട്. നല്ല സാറിനുള്ള നല്ല തിരക്കുണ്ട്. അപ്പം കുറച്ച് ബുക്സൊക്കെ കാണുന്നുള്ളെങ്കിൽ അവിടെ നല്ല കസ്റ്റമർ ഉണ്ട്. പക്ഷേ അവിടെ നല്ല വിലക്കുറവാണ്. OSS കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് അടുത്തത് ബാഗ് മേടിക്കാനാണ് വന്നത്. 2 പേർക്കും ഓരോ ബാഗ് വേണം. എന്നെ വേണം, ധ്യാൻ പരത്തിനും. ബാഗ് മേടിക്കാൻ വന്ന കടയിൽ ഇതേപോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഇവർ തന്നെ പ്രൊഡക്റ്റാണ്, ഇവർ സ്റ്റിച്ച് ചെയ്യാനാണ്. നല്ല നമുക്ക് ഗ്യാരണ്ടി ഒക്കെ തരും. അവർ അത്യാവശ്യം വിലക്കുറവുണ്ട്. അപ്പോൾ അയാനും ബാഗ് വാങ്ങിച്ചു, ധ്യാനും ഇവിടെ നിന്ന് തന്നെയാണ് ബാഗ് വാങ്ങിയത്. ബാഗ് നോക്കാണ്.
നമ്മളവിടുത്തെ ഒരു കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഞങ്ങളോട് ചോദിച്ചു എന്തായിട്ടാ പരിപാടി, യൂട്യൂബ് ചാനലാണോ? ഞാൻ പറഞ്ഞു ഞങ്ങളും മക്കളും എന്ന് പറഞ്ഞ ചാനലാണ്. വിദ്യ കൺഫ്യൂഷനിലാണ് ഏതെടുക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ബാഗൊക്കെ മേടിച്ച് മക്കൾക്ക് ബുക്സൊക്കെ മേടിച്ചു തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോകുന്നു. പാർക്കിങ്ങിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി നടക്കാണ്ട്, ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടി. ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് അങ്ങോട്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ കോഴിക്കോട് മുട്ടായി തെരുവിനെ കുറിച്ച് എല്ലാ ഏരിയയിലും പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ആളുകളൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണം. നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക്. അപ്പോൾ പോകുന്ന വഴി നല്ല ദാഹം ഉണ്ടെന്ന് വിദ്യ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ മാംഗോ ജ്യൂസ് നമ്മുടെ കോഴിക്കോട് തന്നെ അരക്കിണർ ഉള്ള നാസ്പൂൾ ബാറിൽ വന്നിട്ട് ഞങ്ങൾ അധികം നമ്മൾ ടൗണിലൊക്കെ പോയിരുന്നു. നമ്മൾ കുടിക്കാറുണ്ട്. അവിടെ നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും, എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റമാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ഫ്രഷ് മാംഗോ ജ്യൂസും കുടിച്ചു. വീണ്ടും തിരിച്ച് വൈഫ് ഹൗസിലേക്കാണ് വന്നത്. പിള്ളേരെ കൂട്ടി കൊണ്ടുപോകണം. അപ്പോൾ പിള്ളേരെ അവിടെ റെഡി ആയിക്കാണ്. അമ്മമ്മയും അമ്മച്ചനും എന്തൊക്കെയോ സ്കൂളിൽ പോകാൻ നേരം ഇപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. റെയിൻ കോട്ടും ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അമ്മച്ചനും അമ്മമ്മയും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് തിരിച്ച് വണ്ടി കയറാൻ നേരത്താണ് വേറൊരാൾ വരുന്നത്. അത് വേറെ ആരുമില്ല കേട്ടോ, അളിയനാണ്, പിള്ളേരെ മാമൻ. മാമൻ വന്നും പിള്ളേർക്ക് മിഠായി വാങ്ങാനുള്ള ക്യാഷ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക്. നമ്മളെ വീടും വൈഫിൻ്റെ വീടൊക്കെ ഒരു 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി. വൈഫ് ഇനി ബാക്ക് ഡോർ തുറന്നാണ്, ഫ്രണ്ട് ഡോർ അടച്ചിടും. എന്താ വെച്ചാൽ നമ്മൾ മീനാക്ഷി അലൻ മോനുണ്ട്, അവരോടകത്ത് കളിക്കേണ്ട പിള്ളേർ പുറത്തേക്ക് പോണേന് എപ്പോഴും ഫ്രണ്ട് ഡോർ അടച്ചിടും. അപ്പം മക്കളൊക്കെ ഇതാ അയ്യാമ്മോൻ ഇവിടെ വന്ന ഉടനെ അലമ്മോൻ്റെ വണ്ടിയിൽ കയറി കളിക്കുക. അപ്പോൾ താക്കോല് ഞങ്ങളെപ്പോഴും ഞങ്ങൾ വണ്ടീൻ്റെ താക്കോൽ എപ്പോഴും ദൈവത്തിൻ്റെ ഫോട്ടോത്തിൻ്റെ അടുത്താണ് വെക്കാറ്. നമുക്കിതാ റൂമിലേക്ക് പോകാം, സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളെ ബെഡ്റൂം. അപ്പോൾ ഇതാ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ ഐറ്റംസൊക്കെ ഓരോന്നായി നിരത്തി വെച്ച് എല്ലാവരും ധ്യാനും അയാനും നോക്കുകയാണ്. അയാൻ്റെ ബാഗും ധ്യാൻ്റെ ബാഗും സംഭവങ്ങളൊക്കെ. അപ്പം നിങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത് നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ Bye.